പ്രിയമുള്ളവരെ, ദി ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ, ഹും ഷാൽ ഐ ഫിയർ? ദ ലോർഡ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്, ഓഫ് ഹും ഷാൽ ഐ ബി അഫ്രൈഡ്? The Lord is my light and my salvation, whom shall I fear? The Lord is the strength of my life, of whom shall I be afraid? Psalm 27 verse 1. എൻ്റെ കർത്താവ് എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. The Lord is my light and my salvation, whom shall I fear? അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനായിരിക്കുന്നിടത്തോളം കാലം, അവൻ എൻ്റെ പ്രകാശമായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ആരെ ഭയപ്പെടണം? ഞാൻ ആരെ ഭയപ്പെടും? ആരെയാണ് ഭയപ്പെടുവാൻ ഉള്ളത്? ദ ലോർഡ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്. എൻ്റെ കർത്താവ് എൻ്റെ ജീവൻ്റെ ശക്തിയാണ്, ബലമാണ്. ഓഫ് ഹും ഷാൽ ഐ ബി അഫ്രൈഡ്? ഞാൻ ആരെ പേടിക്കണം? എനിക്കാരെയും പേടിക്കാനില്ല. ഇതാണ് നമ്മൾ ഇന്നത്തെ വചനം. സങ്കീർത്തനങ്ങൾ 27 ഒന്നാം വാക്യം അല്ലെങ്കിൽ ഒന്നാം ഗീതം. അപ്പോൾ ദ ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ. എൻ്റെ കർത്താവാണ് എൻ്റെ പ്രകാശവും എൻ്റെ രക്ഷയും. അവൻ്റെ പ്രകാശത്തിലാണ് നാം ജീവിക്കുന്നത്, അവൻ്റെ രക്ഷയിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആരെയും പേടിക്കാനില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എന്ന് നാം ഇതിനു മുമ്പ് കേട്ടല്ലോ. അപ്പോൾ അവനിൽ നാം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകത്തിൽ പേടിക്കാനൊന്നുമില്ല. കാരണം എന്താണ്? നാം തെറ്റ് ചെയ്യുകയില്ല. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലും നാം വീഴുകയില്ല. പാപം ചെയ്യാത്തവന് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, പേടിക്കാനുമില്ല. അപ്പോൾ ദ ലോർഡ് ഈസ് മൈ ലൈഫ്. കർത്താവ് നമ്മൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് ഉറയില്ലാതെ പോയാൽ അല്ലെങ്കിൽ കാരമില്ലാതെ പോയാൽ അതുകൊണ്ട് പിന്നെ എന്ത് ഫലം? അത് പുറത്ത് കളഞ്ഞിട്ട് മൃഗങ്ങളൊക്കെ ചവിട്ടിക്കളയല്ലാതെ അതിലുകൊണ്ടൊരു ഗുണവുമില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പാണ്, ഉറയുള്ള ഉപ്പാണ്, കാരമുള്ള ഉപ്പാണ്. ആ ഉപ്പിനെ കറിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ, അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഉറ നഷ്ടപ്പെട്ടു പോയാൽ, അതിൻ്റെ കാരം നഷ്ടപ്പെട്ടു പോയാൽ അത് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അതുപോലെ നാം ഈ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ് കർത്താവ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം നാം ഉപ്പായി ജീവിക്കണം. ഒരു കറിക്ക് നമ്മൾ എന്തെല്ലാം സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട്, സ്പൈസസ് ഒക്കെ ഇട്ടുകൊണ്ട് ആ കറി വെച്ചാലും ഉപ്പ് കുറഞ്ഞു പോയാൽ ആ കറിക്ക് യാതൊരു രുചിയും ഉണ്ടാകില്ലെന്ന് നമുക്കറിയാം. കൂടിപ്പോയാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതുകൊണ്ട് എന്ത് വിശേഷമാണ്? അപ്പോൾ കാരമുള്ള ഉപ്പായി നാം ഈ ഭൂമിയിൽ ജീവിക്കണം. മറ്റൊന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ വിളക്കാകുന്നു എന്നാണ് പറഞ്ഞത്. ലൈറ്റ് എന്നല്ല, നിങ്ങൾ ഭൂമിയുടെ വിളക്കാകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ലാമ്പ് ഓഫ് ദിസ് വേൾഡ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ കത്തിച്ച് പറയൻ കീഴിലല്ല, മേശയ്ക്ക് കീഴിലല്ല, കട്ടിലിൻ കീഴിലല്ല കൊണ്ടുപോയി വെക്കേണ്ടത്. നിങ്ങളെ സ്റ്റാൻഡിൻ്റെ മുകളിലാണ്, ലാമ്പ് സ്റ്റാൻഡിൻ്റെ മുകളിലാണ് വെക്കേണ്ടത്. ഒരു ഉയർന്ന സ്ഥലത്താണ് നിങ്ങളെ വെക്കേണ്ടത്. എന്നാലേ നിങ്ങളെ പ്രകാശം എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ നാം ഈ ലോകത്തിൽ പ്രകാശിക്കുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ് ലൈറ്റ്. ആ ലൈറ്റ് നമ്മളിൽ തട്ടി നമ്മുടെ പ്രകാശം ഈ ലോകത്തിലേക്ക് നാം എന്തു ചെയ്യണം? പ്രതിഫലിപ്പിക്കുന്നു. അതായത് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടുന്നു, ചന്ദ്രൻ നമുക്ക് പ്രകാശം തരുന്നു. കുട്ടികളൊക്കെ സൂര്യനിലേക്ക് കണ്ണാടി ഇങ്ങനെ ഇങ്ങനെ അഭിമുഖമായി കാണിച്ചുകൊണ്ട് ഈ പ്രകാശത്തെ മറ്റ് കുട്ടികളുടെ മുകളിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രതലത്തിലേക്കും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
ആ സൂര്യൻ്റെ അതേ വെളിച്ചവും ചൂടും ആ പ്രകാശത്തിനുണ്ട്. ഈ പറയുന്നതായ കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുന്ന ആ പ്രകാശത്തിനും ആ പറയുന്നതായ ഇതുണ്ട്, ഏത് പ്രകാശമുണ്ട്, അതിൽ ചൂടുമുണ്ട്. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മളിൽ തട്ടി നമ്മളിൽ നിന്നും ഈ പ്രകാശം ലോകത്തിലേക്ക് പ്രതിഫലിക്കണം. എന്ന് നാം ഒളിഞ്ഞിരിക്കുന്നവരല്ല, മറിഞ്ഞിരിക്കുന്നവരല്ല. നാം എപ്പോഴും നാലാളെ മുമ്പിൽ നിൽക്കണം, നീതിയുള്ളവരായി നിൽക്കണം. നമ്മുടെ പ്രവൃത്തികൾ നീതിയുള്ളതായിരിക്കണം, സത്യമുള്ളതായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ ആരെയും പേടിക്കേണ്ടതില്ല. നിയമം അറിയുന്നവന് പേടി കുറവാണ്, പേടി തീർച്ചയായിട്ടും കുറവാണ്. നിയമം അറിയാത്തവനാണ് പേടി. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഈ തെറ്റ് ചെയ്തതിന് ഇനി എന്ത് ശിക്ഷ ഞാൻ അനുഭവിക്കണം, അവൻ വളരെയധികം വിഷമിക്കും. പക്ഷേ ഈ തെറ്റുകൾ പല ആവർത്തി അവൻ ചെയ്യുമ്പോഴോ ഈ തെറ്റിനുള്ള ശിക്ഷ എന്താണ് നാം മനസ്സിലാക്കി അവനായി ലളിതമായി വളരെ അത് ഇഗ്നോർ ചെയ്ത് കളയുന്നതായ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് വഴുതി വീഴുന്നതിന് ഒരിക്കലും ഭയമുണ്ടാവില്ല. കാരണം അവൻ ആരെ പേടിക്കാനാണ്? അവനെന്തിനാ പേടിക്കേണ്ട കാര്യം? എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ദൈവത്തെ പേടിക്കുന്നത്. ഞാൻ ദൈവത്തോടു കൂടെ ജീവിക്കണം. ഈ ലോകത്തിലും വരുന്ന ഈ ലോകത്തിലും ഞാൻ ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് ഞാൻ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളതായ ഒരു ചിന്ത നമ്മളിൽ വരുമ്പോൾ മാത്രമേ ആ ഭയം നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നാം എന്തു ചെയ്യും? നാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കും, ദൈവത്തിന് വേണ്ടി നാം ജീവിക്കും. നമ്മൾക്ക് വേണ്ടിയല്ല നാം ജീവിക്കുന്നത്, നാം ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുക. അപ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നമ്മുടെ ഭവനങ്ങളിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതാണ് അതിൻ്റെ അർത്ഥം. ദ ലോർഡ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്. എൻ്റെ കർത്താവ് എൻ്റെ ജീവൻ്റെ ബലമാകുന്നു, എൻ്റെ ജീവശക്തിയാണ്. എൻ്റെ ജീവൻ്റെ ഈ ശക്തി, നിലനിൽക്കുന്ന ജീവൻ്റെ ശക്തി എൻ്റെ കർത്താവാണ്. ഹീ ഈസ് മൈ ലൈഫ് ആൻഡ് ഹീ ഈസ് ദ സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്. അവൻ്റെ ജീവൻ്റെ ബലമാകുന്നു, ശക്തിയാണ്. എനിക്ക് ആരാണ് ഈ ലോകത്തിൽ പേടിക്കാനുള്ളത്? അപ്പം അവൻ്റെ ജീവൻ ആണവൻ, എൻ്റെ ജീവൻ്റെ ബലം അവനാണ്, എൻ്റെ പ്രകാശം അവനാണ്, എൻ്റെ രക്ഷ അവനാണ്. അപ്പോൾ ഒരുത്തൻ ദൈവത്തിൽ ആശ്രയിക്കഴിയുമ്പോൾ പിന്നെ ദൈവമാണ് അവനെ വഴി നടത്തുന്നത്. പിന്നെ എല്ലാം അവൻ ദൈവത്തിലേക്ക് അവനെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. ഈ പ്രയർ എന്ന് പറയുന്നത് എന്താ? പ്രയർ എന്ന് പറയുന്നത് നാം ദൈവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മറ്റ് ഈ ലോക ചിന്തകളെല്ലാം വെടിഞ്ഞുകൊണ്ട് നാം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തയും ദൈവത്തിലേക്ക് നാം അർപ്പിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വേറെ ചിന്തയില്ല. നമ്മളെ മുൻപിൽ നാം ദൈവത്തെ നാം എന്തു ചെയ്യുന്നു? കാണുന്നു. ആ ദൈവത്തിൽ അങ്ങനെ കണ്ടുകൊണ്ട് നാം നമ്മുടെ ചിന്തകളെ അവനിലേക്ക് ഉയർത്തുന്നു. അങ്ങനെയാണ് നാം എന്തു ചെയ്യുന്നു? നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുന്നത്. അങ്ങനെയാണ്, അതാണ് സറണ്ടർ. ആ സറണ്ടറിനാണ് പ്രയർ എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി ലഭിക്കും. ആ ശക്തി തീർച്ചയായിട്ടും നമ്മളെ സകല നന്മയിലും വഴി നടത്തും, സത്യത്തിൽ വഴി നടത്തും, നീതിയിൽ വഴി നടത്തും. അവൻ്റെ കൃപയിലും കരുണയിലും ദയയിലും നമ്മളെ വഴി നടത്തും. അപ്പോൾ ദ ലോർഡ് ഈസ് മൈ ലൈറ്റ്. എൻ്റെ ദൈവമാണ് എൻ്റെ ലൈറ്റ്, എൻ്റെ പ്രകാശം. ആൻഡ് മൈ ലോർഡ് ഈസ് മൈ സാൽവേഷൻ. എൻ്റെ ദൈവം എൻ്റെ പ്രകാശമാണ്. അവൻ, ഞാൻ ഇരുട്ടിലല്ല നടക്കുന്നത്, ഞാൻ പ്രകാശത്തിലത്രേ നടക്കുന്നത്. ഇരുട്ടിൽ നടക്കുന്നതിനാണ് വഴിതെറ്റി പോവുകയാണ്. അങ്ങനെ വഴിതെറ്റുന്നവനാണ് തെറ്റിലേക്ക് വീണ് പോവുക, കുഴിയിലും കുണ്ടിലൊക്കെ വീഴുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പേടിക്കാതെ ധൈര്യമായി നടക്കണമെങ്കിൽ എൻ്റെ മുമ്പാകെ ഒരു ലൈറ്റ് വേണം. അതെൻ്റെ കർത്താവാണ്. അതാണ് നമ്മോട് പറയുന്നത്. അതുപോലെ ഹീ ഈസ് ദ സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്. അവൻ എൻ്റെ ബലമാണ്, എൻ്റെ ജീവൻ്റെ ബലമാണ് എൻ്റെ കർത്താവ്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നാം ദൈവത്തെ ഇങ്ങനെയാണ് കാണേണ്ടത്. കാരണം ദൈവം എന്താണെന്ന് നമുക്കറിയില്ല, നാം ദൈവത്തെ കണ്ടിട്ടില്ല. നാം ഈ പറയുന്നത് കേൾക്കുന്നതായ ബൈബിളിലുള്ളതായ വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് നാം ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അതിലുപരി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ. കാരണം നാം ദൈവത്തിൽ വളരെ ആത്മാർത്ഥമായി വിശ്വാസപൂർവം നാം ദൈവത്തിലേക്ക് നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതായ ഒരു അനുഭൂതി, ഒരു അനുഭവം, അത് വളരെയധികം നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും. ആ വിശ്വാസത്തിലൂടെ നാം ദൈവത്തെ കാണുക തന്നെ ചെയ്യും. അങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്. അപ്പോൾ അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.